തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ അസ്ഥി പരിശോധിക്കുന്നതിനായി ഫോറൻസിക് സംഘം പോലീസ് സ്റ്റേഷനിലെത്തി. കസ്റ്റഡിയിലുള്ള അഭിൻ, അനീഷ എന്നിവരെ ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയാണ്. സാനു കെ സജീവ് ചേരുന്ന വിവരങ്ങളുമായി. സാനു, ഇത് കേൾക്കുന്നത് സത്യമാണോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്തൊരു വാർത്തയായിരുന്നു ഈ തൃശ്ശൂരിൽ നിന്ന്, പുതുക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇവർ ഈ പറഞ്ഞത്, ആദ്യം പോലീസ് സ്റ്റേഷനിലെത്തി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ അവർ ആവർത്തിക്കുന്നത്? അവരോടുള്ള ചോദ്യം ചെയ്യൽ ഏത് ഘട്ടത്തിലാണ്? അതേസമയം ഈ ഫോറൻസിക് പരിശോധനയും എങ്ങനെയാണ്? മീന, അല്പം മുമ്പ് ചോദ്യം ചെയ്യലിനും കൂടുതൽ പരിശോധനകൾക്കുമായിട്ട് റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാറും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് നിലവിൽ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യൽ നടന്നത്. അതായത് ഇന്നലെ വൈകിട്ട് 12 മണിക്ക് ശേഷം, അതായത് അർദ്ധരാത്രിക്ക് ശേഷം ഭവിൻ എന്ന് പറയുന്ന 25 വയസ്സുള്ള ഒരു യുവാവ് ഒരു വിക്ഷോപ്പറിനകത്ത് കുറച്ച് അസ്ഥികളുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരികയും തുടർന്ന് തങ്ങളുടെ മക്കളെ ഇത്തരത്തിൽ ഈ വീട്ടിൽ കുഴിച്ചു മൂടി എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട് വിവരിക്കുകയായിരുന്നു. ഇത് കേട്ട് യഥാർത്ഥത്തിൽ പോലീസുകാർ ആദ്യം ഞെട്ടലോടുകൂടിയാണ് ഈ ഒരു വാർത്ത കേൾക്കുന്നത്. തുടർന്ന് മറ്റു വിവരങ്ങൾ കൂടെ, അതായത് 3 വർഷം മുൻപെയാണ് ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായ കുട്ടീനെ തന്റെ പെൺസുഹൃത്ത് ഇതുപോലൊക്കെ ശുചിമുറിയിൽ കുഴിച്ചുമൂടി മറവ് ചെയ്തു എന്നാണ് ആദ്യം പറയുന്നത്. തുടർന്ന് 1.5 വർഷം മുമ്പ്, അതായത് 2021 ആദ്യത്തെ കുട്ടി ഉണ്ടാവുന്നു. ആ കുട്ടീനെ ഇത്തരത്തിൽ ശുചിമുറിയിൽ കൊന്നു കുഴിച്ചു മൂടുന്നു. രണ്ടാം പ്രസവം 2024 നടക്കുന്നത്. സമാന നിലയിൽ തന്നെ രണ്ടാമത്തെ കുട്ടീനെയും വകവരുത്തി ഇത്തരത്തിൽ മറവ് ചെയ്തു എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് ഈ യുവാവ് നടത്തുന്നത്. അതായത് ആദ്യം ഉണ്ടായ കുട്ടി, അതായത് 2021 ഉണ്ടായ കുട്ടീനെ പെൺസുഹൃത്ത് മറവ് ചെയ്യുന്നു. രണ്ടാമത് സമാന നിലയിലുള്ള ഒരു കുറ്റകൃത്യം ഈ ഭവിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെയ്യുന്നു. ഇതിനുശേഷം എന്താ ഇപ്പോൾ ഉണ്ടായൊരു സംഭവം, അതായത് ഇടയ്ക്ക് മാത്രമാണ് ഇരുവരും ഒന്നിച്ച് താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഇവർ തമ്മിലുള്ള ബന്ധം ചില അസ്വാരസ്യങ്ങളെ തുടർന്ന് രണ്ടായി മാറുകയും ഇവർ രണ്ടായിട്ടാണ് നിലവിൽ ഇപ്പോൾ താമസിക്കുന്നത്. എന്ത് ഛേദോവികാരം ഇപ്പോൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനും ഈ അസ്ഥികൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാനും ഉണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങളിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ അസ്ഥി, അതായത് മറവ് ചെയ്ത കുഞ്ഞുങ്ങളുടെ അസ്ഥികൾ പുറത്തെടുത്തത് പൂജയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു വെളിപ്പെടുത്തൽ കൂടെ ഈ ഭവിൻ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഭവിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ പെൺസുഹൃത്തിനെയും കൂടെ അനീഷേനെയും കൂടെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. 22 വയസ്സുകാരിയാണ് അനീഷ. അനീഷേനെ നിലവിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. രണ്ടുപേരെയും രണ്ടായി ചോദ്യം ചെയ്തു, പിന്നീട് ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തു. നിലവിൽ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയാണ്. അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ വിദഗ്ധരും അതേപോലെ ഫോറൻസിക് വിദഗ്ധർ അടക്കമുള്ളവർ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അസ്ഥി അടക്കം പരിശോധിക്കുന്ന കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇവർ തമ്മിൽ ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ എന്താണ്, ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും നമ്മളോട് വെളിപ്പെടുത്താൻ ഉദ്യോഗസ്ഥർ ഇതുവരെ തയ്യാറായിട്ടില്ല. മദ്യപിച്ചെത്തിയ യുവാവാണ്, അതായത് അർദ്ധരാത്രി 12 മണിയോടുകൂടി ഈ ഭവിൻ മദ്യപിച്ചിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയെന്നാണ് പോലീസുകാർ നൽകുന്ന വിവരം. ഓക്കെ, ശരി സാനു.